ജൂൺ 1 മുതൽ അഥവാ നാളെ മുതൽ ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട് വരാനിരിക്കുന്നത് വലിയ മാറ്റങ്ങളാണ്. പ്രധാനമായും ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റിലാണ് വലിയ മാറ്റങ്ങൾ വരാൻ പോകുന്നത്. സ്വകാര്യ പരിശീലന സ്ഥാപനങ്ങൾക്ക് സ്വന്തം നിലയ്ക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനും അതുപോലെ ലൈസൻസ് നൽകാനും കഴിയും എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും സുപ്രധാനമായ കാര്യം. കേന്ദ്ര വാഹന മന്ത്രാലയം ഇത്തരത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട് അടിമുടി മാറ്റം വരുത്തുന്ന നിർദ്ദേശങ്ങളാണ് നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത്. നിലവിൽ RTOമാർ H8 ഒക്കെ എടുപ്പിച്ച് റോഡ് ടെസ്റ്റ് നടത്തി നേരിട്ട് ലൈസൻസ് നൽകുന്ന രീതിയിൽ ജൂൺ 1 മുതൽ മാറ്റം വരുമെന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. പകരം സ്വകാര്യ പരിശീലന കേന്ദ്രങ്ങൾക്ക് ഡ്രൈവിംഗ് പരിശീലനം നൽകാനും അതുപോലെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തി ലൈസൻസ് നൽകാനുമുള്ള അധികാരം നൽകും. സർക്കാർ അംഗീകൃത ഡ്രൈവിംഗ് കേന്ദ്രങ്ങൾക്ക് മാത്രമാകും ഇത്തരത്തിൽ ടെസ്റ്റ് നടത്താനാവുക. ഡ്രൈവിംഗ് ലൈസൻസ് നൽകാനുള്ള അധികാരം കൂടി ഇവരിലേക്ക് വരുമെന്നതും സുപ്രധാനമായ മാറ്റമാണ്. സർക്കാർ നിർദ്ദേശങ്ങൾ പാലിക്കുന്ന ഡ്രൈവിംഗ് പരിശീലന സ്ഥാപനങ്ങൾക്ക് മാത്രമായിരിക്കും ടെസ്റ്റ് നടത്തി ലൈസൻസ് നൽകാനുള്ള ചുമതല നൽകുക. ഇത്തരം സ്ഥാപനങ്ങൾ ഇരുചക്ര വാഹനങ്ങളുടെ ടെസ്റ്റിനായി കുറഞ്ഞത് 1 ഏക്കറും അതുപോലെ തന്നെ 4 ചക്ര വാഹനങ്ങൾക്ക് 2 ഏക്കറും വലിപ്പമുള്ള ഡ്രൈവിംഗ് മൈതാനം ഒരുക്കണമെന്നും പുതിയ നിർദ്ദേശത്തിൽ പറയുന്നു. ഈ രീതിയിൽ ചുമതലപ്പെടുത്തിയിരിക്കുന്ന പരിശീലകർ സർക്കാർ നിഷ്കർഷിച്ചിരിക്കുന്ന യോഗ്യതയുള്ളവരായിരിക്കണം. അതായത് ഡ്രൈവിംഗ് മേഖലയിൽ 5 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം, ഹൈസ്കൂൾ വിദ്യാഭ്യാസം, IT സംവിധാനങ്ങളെയും ബയോമെട്രിക്സിനെയും കുറിച്ചുള്ള അറിവ് എന്നിവ വേണമെന്നാണ് കേന്ദ്ര നിർദ്ദേശം. ലൈസൻസുമായി ബന്ധപ്പെട്ട് വിവിധ സേവനങ്ങൾക്കുള്ള ഫീസ് നിരക്കും കേന്ദ്ര മന്ത്രാലയം പുറത്തുവിട്ടിട്ടുണ്ട്. അതിങ്ങനെയാണ്. അതായത് ലേണേഴ്സ് ലൈസൻസ് 150 രൂപയാണ് നൽകേണ്ടത്. ലേണേഴ്സ് ലൈസൻസ് ടെസ്റ്റ് 50 രൂപ, ഡ്രൈവിംഗ് ടെസ്റ്റിന് 300 രൂപ, ഡ്രൈവിംഗ് ലൈസൻസ് ഇഷ്യൂ ചെയ്യാൻ 200 രൂപ, ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റിനായി 1000 രൂപ, ലൈസൻസിലുള്ള വാഹന ക്ലാസ്സിനായി 500 രൂപ, ലൈസൻസ് പുതുക്കൽ 200 രൂപ. എന്നാൽ ഈ ഗ്രേസ് പീരീഡിന് ശേഷം 300 രൂപയ്ക്കൊപ്പം 1000 രൂപ കൂടി നൽകേണ്ടി വരും. അതുപോലെ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ഷൻ സ്കൂളിനുള്ള ഡ്യൂപ്ലിക്കേറ്റ് ലൈസൻസിനായി 5000 രൂപ, ലൈസൻസിംഗ് അതോറിറ്റി ഉത്തരവുകൾക്കെതിരെ അപ്പീൽ നൽകുവാനായി 500 രൂപ, ഡ്രൈവിംഗ് ലൈസൻസിലെ വിലാസമോ മറ്റ് വിവരങ്ങളോ മാറ്റം വരുത്താനായി 200 രൂപ എന്നിങ്ങനെയാണ് ഫീസ് നിരക്കുകൾ. അതേസമയം പ്രായപൂർത്തിയാകാത്തവർ വാഹനം ഓടിച്ച് പിടിക്കപ്പെട്ടാൽ 25,000 രൂപ എന്നുള്ള ഉയർന്ന തുക തന്നെയാകും പിഴയായി ഈടാക്കുക. മാത്രമല്ല വാഹന ഉടമയുടെ രജിസ്ട്രേഷൻ റദ്ദാക്കുകയും ചെയ്യും. ഇത്തരത്തിൽ പിടിക്കപ്പെടുന്നത് പ്രായപൂർത്തിയാകാത്ത ആളാണെങ്കിൽ 25 വയസ്സ് വരെ, അതായത് 25 വയസ്സ് തികയുന്നത് വരെ ലൈസൻസിന് അർഹതയുണ്ടാകില്ല എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കണം. ഇത്തരത്തിൽ ഇന്ത്യയിലെ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന നിരവധി നിയമങ്ങളിലാണ് ജൂൺ 1 മുതൽ മാറ്റങ്ങൾ വരുന്നത്. 15 വർഷത്തിലധികം പഴക്കമുള്ള വാഹനങ്ങൾ നിർത്തലാക്കുക അല്ലെങ്കിൽ നിരത്തിൽ ഉപയോഗിക്കാൻ കഴിയാത്ത വിധമുള്ള മാറ്റം വരുത്തുക എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട നിയമത്തിലെ മാറ്റം. 9 ലക്ഷത്തോളം സർക്കാർ വാഹനങ്ങൾ ഘട്ടം ഘട്ടമായി നിർത്തലാക്കി മലിനീകരണം കുറയ്ക്കാനുള്ള നീക്കങ്ങളും ഊർജിതമാക്കി കഴിഞ്ഞു. ആധാർ കാർഡുമായി ബന്ധപ്പെട്ടതാണ് മറ്റൊരു പ്രധാന മാറ്റം. പലരും അവരുടെ ആധാർ കാർഡുകൾ ഓൺലൈനായി അപ്ഡേഷനുകൾ നടത്താറുണ്ട്. ഇത്തരത്തിൽ ഈ വരുന്ന ജൂൺ 14 വരെ മാത്രമാകും സൗജന്യമായി ഈ ഓൺലൈൻ മാറ്റങ്ങൾ നടത്താനാകൂ. പിന്നീട് അതായത് ഈ ഒരു തീയതിക്ക് ശേഷം ഓഫ്ലൈനായി മാറ്റങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഓരോ മാറ്റങ്ങൾക്കും 50 രൂപ ചാർജായി നൽകേണ്ടി വരും. ജൂൺ 1 മുതൽ പാചകവാതകത്തിനും പെട്രോൾ ഡീസൽ വിലയിലും വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇലക്ഷൻ ഫലങ്ങൾ വരാനിരിക്കുന്നതിനാൽ ഇന്ധന വിലയിൽ കുറവുണ്ടാകുമെന്നതാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഇതുകൂടാതെ വരാനിരിക്കുന്ന സാമ്പത്തിക വർഷത്തിലെ ബാങ്ക് അവധികളും റിസർവ് ബാങ്ക് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ജൂൺ മാസത്തിൽ മാത്രം 10 ദിവസമാണ് ബാങ്കുകൾ അടഞ്ഞുകിടക്കുക. ചുരുക്കത്തിൽ നിത്യജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്ന നിയമങ്ങൾ തന്നെയാണ് നാളെ മുതൽ പ്രാബല്യത്തിൽ വരാൻ പോകുന്നത്. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.